ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അവിടെ ഒന്ന് പോയി തൊടണം, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് വേണ്ടത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. അതിലൊന്ന് കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ നമുക്കറിയാം നമ്മുടെ ഹെയറിന് എത്രത്തോളം നല്ലതാണ് അത്രയും നല്ലതാണ് നമ്മുടെ ഐബ്രോസിനും. പിന്നെ നമുക്ക് വേണ്ടത് കറി ലീവ്സാണ്, എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. നമ്മൾ മുടിയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് കാച്ചിയ എണ്ണ ഉണ്ടാക്കുമ്പം അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കറി ലീവ്സ്. അപ്പം അത്രയ്ക്ക് നമ്മുടെ ഐബ്രോസിനും അത് വളരെ നല്ലതാണ്. അപ്പം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഐബ്രോസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്താൽ നമ്മുടെ കറി ലീവ്സിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം നമുക്കിത് ഈ കറി ലീവ്സ് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. അപ്പം നമ്മൾ മിക്സിയിലിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിനേക്കാളും നല്ലത് ഒന്നെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ എന്തെങ്കിലും കല്ലിലൊക്കെ വെച്ച് ചതച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് കുറച്ച് സമയം എടുക്കും, എന്നാലും വളരെ നല്ലതാണ്. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ്, കാരണം നമ്മൾ ഐബ്രോസിലൊക്കെ ചെയ്യേണ്ടതല്ലേ. അപ്പം ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടില്ല, ഞാനിപ്പം ഇത്രയാണ് എടുത്തത്, നിങ്ങളതിൻ്റെ ഒരു എണ്ണം കണ്ടില്ല. അപ്പം ഇത് നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുണ്ടാവും. അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം, കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ചെയ്യുമ്പം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഒട്ടും ആവുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒരു 1/4 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് ഇതിൽ നിന്ന് ജ്യൂസ് കിട്ടുന്ന ആ ഒരു പാകം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. നമ്മൾ ഈ കറി ലീവ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കറി ലീവ്സിൽ ഒരുപാട് ബെറ്റാ കരോട്ടിൻ ആൻഡ് പ്രോട്ടീൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഐബ്രോസ് നല്ല സ്ട്രോങ് ആയിട്ട് വെക്കാനായിട്ട്, നമ്മുടെ സ്കിന്നിൽ നല്ല സ്ട്രോങ് ആയിട്ട് വെക്കാനായിട്ട്, ഇതിങ്ങനെ പൊഴിഞ്ഞൊന്നും പോവാതെ നല്ല സ്ട്രെങ്ത് ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിലെ അമിനോ ആസിഡ് ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മുടെ ഐബ്രോസ് നല്ല കട്ടിയോടെ വളരാനും, അതുപോലെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ നോക്കുമ്പം താരം പോലൊരു സംഭവം കാണത്തില്ലേ, അത് ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞില്ല, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഒന്നെങ്കിൽ സ്ട്രെയിൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ബാക്കി വരുന്നത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. അപ്പം നമുക്ക് ഏകദേശം ഇത്രയും ഒക്കെ കിട്ടും, പക്ഷേ ഇത് തന്നെ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുണ്ട്, കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ കാസ്റ്റർ ഓയിലും ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും 2 ആഴ്ച കൂടുതൽ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാനും പറ്റില്ല, കാരണം നമ്മളിത് ഒരുപാട് നാൾ വെക്കുന്തോറും അതിൻ്റെ ഗുണം കുറയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിലാണ്. നമുക്കറിയാം നമ്മുടെ ഹെയറിന് എത്രത്തോളം നല്ലതാണ്, അതുപോലെ തന്നെ നല്ലതാണ് നമ്മുടെ ഐബ്രോസിനും. ഇതിനകത്ത് ഒരുപാട് ഫാറ്റി ആസിഡ്സ്, അതുപോലെ മിനറൽസ്, ന്യൂട്രിയൻസ്, ഇതൊക്കെ നമ്മുടെ ഐബ്രോസിനും വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇത് എത്ര എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം ആ ഒരു ജ്യൂസ് കിട്ടിയോ അത്രയും ഈക്വൽ എമൗണ്ട് തന്നെയാണ് ഇതും എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1 സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ തന്നെ എടുക്കുക ഇതും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം മിക്സ് ചെയ്യുമ്പം ഇതിങ്ങനെ ഇരിക്കും, പക്ഷെ നമ്മളിതൊരു ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോഴായിരിക്കും അത് നന്നായിട്ട് യോജിച്ചിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ എപ്പോൾ എടുത്താലും അത് നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതൊരു കുഞ്ഞ് ബോട്ടിലേക്ക് ആക്കാൻ പോവാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ 2 ആഴ്ചയൊക്കെ വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇത് താഴെ മുകളിലായിട്ട് കിടക്കുമായിരിക്കും. അപ്പം നമ്മളത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. കണ്ടില്ലേ, ഇതിപ്പം നമ്മൾ പാത്രത്തിലായിരുന്നപ്പം ഇങ്ങനെ വിട്ടായിരുന്നു കിടന്നത്, പക്ഷെ നമ്മൾ ഈ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുമ്പം ഇതുപോലെ യോജിച്ച് വരും. പിന്നെ നമുക്കിത് എല്ലാ ദിവസവും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ രാത്രിയിൽ യൂസ് ചെയ്തിട്ട് അതേപോലെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് താഴെ പറയണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്